ഒരു ജാപ്പനീസ് ഭവനം പൊളിച്ചു പണിയുന്നതിന്റെ ഭാഗമായി ജോലിക്കാരനൊരു മുറിയുടെ ഭിത്തി പൊളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജപ്പാനിലെ വീടുകളുടെ മരം കൊണ്ടുണ്ടാക്കിയ ഭിത്തികൾക്കിടയിൽ ചൂടും തണുപ്പും നിയന്ത്രിക്കാനായി പൊള്ളയായ ഭാഗമുണ്ടായിരിക്കും. ഭിത്തി പൊളിച്ചുകൊണ്ടിരുന്ന ജോലിക്കാരൻ ഒരു കാഴ്ച കണ്ട് ഒരു നിമിഷം ശ്രദ്ധിച്ചു. കാലിലൊരു ആണി തുളച്ചു കയറിയതിനാൽ മതിലിൽ കുടുങ്ങിപ്പോയ ഒരു പല്ലി. അയാൾക്ക് സഹതാപം തോന്നി. അതിനെ രക്ഷിക്കാൻ ആലോചിക്കുന്ന സമയത്താണ് 5 വർഷങ്ങൾക്ക് മുമ്പാണല്ലോ ഈ വീട് പണിത സമയത്ത് ഭിത്തിയിൽ അടിച്ചു കയറ്റിയ ആണിയായിരുന്നല്ലോ ഇതൊന്നും ഓർത്തത്. എന്ത്? നീണ്ട 5 വർഷങ്ങൾ ഇരുണ്ട ഈ ഭിത്തികൾക്കിടയിൽ കുടുങ്ങിയ കാലനക്കാനാവാതെ ഇതേ അവസ്ഥയിൽ ഈ പല്ലി ജീവിച്ചിരുന്നു. അവിശ്വസനീയം. പല്ലിയുടെ ആശ്ചര്യകരമായ അതിജീവനത്തിന്റെ രഹസ്യം അറിയാനായി അയാൾ ജോലി നിർത്തി. പല്ലിയെ തന്നെ നിരീക്ഷിക്കാൻ തീരുമാനിച്ചു. കുറേ സമയം കഴിഞ്ഞപ്പോൾ എവിടെ നിന്നറിയാതെ മറ്റൊരു പല്ലി പ്രത്യക്ഷപ്പെട്ടു. അതിന്റെ വായിൽ കുറച്ച് ഭക്ഷണമുണ്ടായിരുന്നു. വന്ന പല്ലി വായിൽ കരുതിയിരുന്ന ഭക്ഷണം കാൽ കുരുക്കിപ്പോയ പല്ലിക്ക് നൽകി. വികാരക്ഷോഭത്താൽ അയാൾ ഒരു നിമിഷം പുളഞ്ഞുപോയി. കേവലം നിസ്സാരനായ ഒരു പല്ലി ആണിയിൽ കാൽ കുടുങ്ങി അനങ്ങാനാവാത്ത, രക്ഷപ്പെടുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ലാത്ത മറ്റൊരു പല്ലിക്ക് വേണ്ടി നീണ്ട 5 വർഷങ്ങൾ ഒരു ദിവസം പോലും മുടങ്ങാതെ ഭക്ഷണം കൊണ്ടുവന്ന് നൽകുന്നു. സവിശേഷ ബുദ്ധിയോടെ സൃഷ്ടിക്കപ്പെടുന്ന അഹങ്കരിക്കുന്ന മനുഷ്യന് പോലും സാധിക്കാത്ത ഒരു മനസ്സോ നിസ്സാരമെന്നു കരുതപ്പെടുന്ന ഈ കൊച്ചുജീവിക്ക് മാറാരോഗിയായ പങ്കാളിയെയും കുഞ്ഞുങ്ങളെയും ഉപേക്ഷിക്കുന്ന മനുഷ്യരുള്ള ഇക്കാലത്ത് നിസ്സാരനായ ഒരു പല്ലിയുടെ നിസ്വാർത്ഥമായ സ്നേഹം ഒരു പാഠമാകേണ്ടതാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒരിക്കലും കൈവിടാതിരിക്കുക. അടുപ്പമുള്ളവർ നിങ്ങളുടെ സമീപം ആഗ്രഹിക്കുമ്പോൾ ഒരിക്കലും തിരക്കാണ് കാരണം പറഞ്ഞുകൊണ്ട് അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുക. ലോകം മുഴുവനും നിങ്ങളുടെ കാൽക്കീഴിലായിരിക്കാം, പക്ഷേ അവരുടെ ലോകം നിങ്ങൾ മാത്രമായിരിക്കും. ഒരു നിമിഷത്തെ അവഗണന മതി ഒരു യുഗം കൊണ്ട് പടുത്തുയർത്തിയ സ്നേഹവും വിശ്വാസവും തകർത്ത് കളയാൻ. അതുകൊണ്ട് ചിന്തിക്കൂ. നഷ്ടപ്പെടുത്താൻ ഒരു നിമിഷം മതി, നേടാൻ ജന്മം മുഴുവൻ പോരാതെ വന്നേക്കാം.